നമുക്ക് ഇന്നത്തെ ഒരു ചിന്ത കൂടി ഒന്ന് കേൾക്കേണ്ടതില്ലേ? ഇന്നത്തെ ചിന്തയിലേക്ക് പോവാം നമുക്ക്. എന്താടാ ചാരിറ്റി ബേസിലുള്ള ഏതെങ്കിലും ഡെയിലി സെന്ററുകളെ പരിചയത്തിലുണ്ടിരിക്കുക? ആരിക്കടാ? എന്റെ ചങ്ങായിന്റെ ഉപ്പാക്ക് വേണ്ടിട്ടിരിക്കുക. എന്താടാ ഭയങ്കര ബുദ്ധിമുട്ടില്ല? ബുദ്ധിമുട്ടൊന്നുമില്ല, അവൻ ഗൾഫിലാന്ന്, ഏട്ടനൊക്കെ ഗൾഫിലാന്ന്. പിന്നെ എന്തിനാ ചാരിറ്റി നോക്കുന്നത്? ഇതൊക്കെ 2 ആഴ്ച കൂടുമ്പോ ഒരു വട്ടം ചെയ്യേണ്ടിയാന്ന്. അപ്പൊ പിന്നെ ചാരിറ്റി നോക്കിയാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ഓ ഡിസ്കൗണ്ട്. എടാ ഈ സംഘടനകൾ ചാരിറ്റി ബേസിൽ ഡയാലിസിസ് സെന്റർ നടത്തുന്നത് അർഹതപ്പെട്ടവർക്ക് കണ്ടിട്ടാ. ഒരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത ആൾക്കാരിൽ അവിടെ പോയിട്ട് നിന്നാലും കെയർ ഓഫിൽ കയറിയാലും അർഹതപ്പെട്ട ഒരാൾക്കാ കിട്ടാണ്ടായി പോണ. എനിക്ക് മനസ്സിലാണ്ട. എനിക്കൊരു കാര്യമാട്ടെ, ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയാലോ ഇതേപോലെ തന്നെ ചാരിറ്റി ബേസിൽ ഒരു ഡയാലിസിസ് സെന്ററിൽ പോയിനും. അവിടെ വെച്ച് ഞാനൊരു ഇക്കാനെ കണ്ട്. അയാൾ 10-35 കൊല്ലം പ്രവാസിയാണ്. അയാളായിട്ട് ഞാൻ സംസാരിച്ചേ. അയാൾക്ക് 4 ആൺകുട്ടികളാ. 2 ഗൾഫിൽ ഫാമിലി വിത്ത് സെറ്റിൽ, 2 നാട്ടിൽ തെറ്റില്ലാത്ത പണി. എന്നിട്ട് അയാൾ ചാരിറ്റിയിലാണ് വന്നത്. എന്താണെന്നറിയാ, ആദ്യമൊക്കെ അയാൾക്ക് ഈ അസുഖം തുടങ്ങിയവരെല്ലാം മക്കൾ ചെയ്തു കൊടുത്തിന് പോലും പിന്നെ പൈസ കൊടുക്കുന്ന കുറച്ച് ഡിലേ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു പോലും ഉപ്പാക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ചാരിറ്റി ബേസിലോ അല്ല ഗവൺമെന്റ് ബേസിലോ ഏതെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കാൻ പറ, അതാകുമ്പോൾ പൈസ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ഇത് കേൾക്കേണ്ട താമസം അയാൾ ഒരു ചാരിറ്റി ബേസിലുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. അയാൾ പറഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏടെങ്കിലും ഉണ്ടെ മോനൊന്ന് പറഞ്ഞു തരണേ, എനിക്ക് ഇവന്മാരെ പൈസ വേണ്ട. എന്നിട്ടില്ലേ അയാൾ എന്നോട് ചോദിച്ചു, ഇനി പ്രവാസിയാണോ? ഞാൻ പറഞ്ഞു അതെ. മോനിക്ക് ഞാനൊരു അഡ്വൈസ് തരട്ടെ. എന്താ തന്ന അഡ്വൈസ് എന്നറിയാവാ? ആദ്യം മോനെ സ്നേഹിക്കണം, മോനെ കരുതണം, എന്നിട്ടേ കുടുംബത്തിനെ സ്നേഹിക്കണ്ടു. ഇക്ക ചെയ്ത തെറ്റെന്താന്നറിയാ? ഇക്ക ആദ്യം കുടുംബത്തെ അങ്ങ് സ്നേഹിച്ച് ഇക്കാനെ സ്നേഹിക്കാനും കരുതാൻ ഇക്ക അങ്ങ് മറന്നു വേണം. ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് മക്കളുണ്ട്, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യം വന്നാല് ഏട്ടൻ ചെയ്യട്ടെ, ഏട്ടത്തി ചെയ്യട്ടെ, അല്ല അനിയൻ ചെയ്യട്ടെ, ഞാനത്ര ചെയ്തല്ലോ ഓരിത്ര ചെയ്യട്ടെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ഏട്ടനും ഏട്ടത്തിയും ചെയ്താൽ അതിന്റെ പുണ്യം അവർക്ക് കിട്ടും, നിങ്ങൾ ചെയ്യുന്നതിന് പുണ്യം നിങ്ങൾക്ക് കിട്ടും. അത് ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള സമ്പാദ്യം മതിവായി. പിന്നെ ഈ ആണുങ്ങൾ അധികം ഈ സ്വഭാവം മാറുന്നത് കല്യാണത്തിന് ശേഷം. അതിന് ഒരു പരിധിവരെ മെയിൻ പങ്ക് വഹിക്കുന്നത് കെട്ടിയോൾ തന്നെയാണ്. തലയാണ മന്ത്രം. ഈ തലയാണ മന്ത്രം ഓതുന്ന കെട്ടിയോൾമാരോടാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളെ യുവത്വം ഒന്നും ഉണ്ടാവില്ല, നിങ്ങളും ആ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ കളി കളിച്ചാലുണ്ടല്ലോ, നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും ഭയാനകമായ ഭാവിയായിരിക്കും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാലം കണക്ക് പറയാത്ത ഒരു തെറ്റും ഈ ലോകത്ത് ഇന്ന് വരെ നടന്നിട്ടില്ല. പിന്നെ നമ്മൾ ഉമ്മാക്കും പ്രത്യേകിച്ച് ഒരു അസുഖവും കാര്യമൊന്നും ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ. എന്നാൽ ഉപ്പ വിശ്രമ ജീവിതമാണ്, പ്രത്യേകിച്ച് യാതൊരു വരുമാനവും ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാ മാസം ഉപ്പാന്റെ വട്ടച്ചെലവിനുള്ളൊരു പൈസ അയച്ചു കൊടുക്കണം, എല്ലാം ഉമ്മാനെ ഏൽപ്പിക്കണം, ഉപ്പാക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഉപ്പാക്ക് എന്ത് ചെലവുള്ള? ഉപ്പ പരക്കുണ്ട്, 3 നേരത്തെ ഫുഡ് കിട്ടുന്നുണ്ട്, എന്തെങ്കിലും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉപ്പാക്ക് നമ്മൾ നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്ത് ചെലവുള്ള ഉപ്പാക്ക്? ഉപ്പാക്ക് ചെലവുണ്ട്. ഉപ്പാക്ക് ഉപ്പാൻ്റെതായ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വട്ടച്ചെലവ്. പിന്നെ നമ്മളെ മക്കളുണ്ടല്ലോ, ഉപ്പ വെല്ലുപ്പ ഒന്ന് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വെല്ലുപ്പ നമുക്ക് മുട്ടായി വാങ്ങിക്കില്ലേ, നമുക്ക് അത് വാങ്ങിക്കില്ലേ, ഇത് വാങ്ങിക്കില്ലേ നിൽക്കും. കുഞ്ഞു മക്കളല്ലേ, അവർക്കറിയില്ലല്ലോ വെല്ലുപ്പാൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. അത് കേൾക്കുമ്പോൾ ആ ഉപ്പാന്റെ മനസ്സൊന്ന് പടക്കും, തീർച്ചയായിട്ടും പടക്കും. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയുന്ന മുട്ടായിയും കളിപ്പാട്ടെല്ലാം വാങ്ങിത്തന്ന ഉപ്പയാ. പെട്ടെന്നൊന്ന് കൊടുക്കാനില്ലാണ്ട് ആകെ തിളങ്ങിപ്പോവും. ഇതൊക്കെ നടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. എന്നാലാണ് നമ്മളെ മക്കളും നാളെ നമ്മൾ ആ സ്റ്റേജിലെത്തുമ്പോൾ നമ്മളെ കരുതുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം വല്ലാണ്ടങ്ങ് പകരം വീട്ടി കളിയും കേട്ടാ. മാഷാ അല്ലാഹ്, ഒരുപാട് മേഖലകളെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേൾപ്പിച്ചത്. അതിലെനിക്ക് ഒരു പ്രത്യേകിച്ച് പ്രവാസികൾ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മളെ മക്കൾക്കൊക്കെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ഫെസിലിറ്റി ഹോസ്പിറ്റലുകളിലേക്കാണ് ഇവരെന്ത് ചെയ്യാൻ പറയാ കൊണ്ടുപോകാൻ. അവിടുന്ന് വിളിച്ചു പറയും മോന് പനിയാണെന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ആ ഡിസ്പെൻസറി കാണിച്ചാൽ മതി. പക്ഷെ നേരെ മിംസിക്ക് പോയിക്കോന്നാ പറയാം. ആകെ പനിയുള്ളൂ, അവിടെ കാണിച്ച അതിനുള്ള മെഡിസിൻ കിട്ടും. തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല സൗകര്യങ്ങൾ വേണം. ആശുപത്രി മാത്രമല്ല, എല്ലാ മേഖലയിലും വീട്ടിലെ ഫെസിലിറ്റി ആണെങ്കിൽ ഫുഡ് ആണെങ്കിൽ ഒക്കെ നല്ലത് കിട്ടണമെന്ന് ആഗ്രഹിക്കും. അവരവിടെ ഹുബൂസ് ഒന്ന് കണ്ടേക്കാൻ അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പൊ ഇവര് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിലെന്താ വെച്ചാല് അവരെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് പ്രയാസം അനുഭവിച്ചത്. അപ്പൊ എന്റെ മക്കൾ ഇത് അനുഭവിക്കരുത് എന്നുള്ള വലിയൊരു ആത്മാർത്ഥതയാണ് ശരിക്കും അവരിത് ചെയ്യിക്കുന്നത്. പക്ഷെ അതോടുകൂടി എന്താ വെച്ചാല് ഇവരുടെ ഒരു പിതാവിന്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് വെറും പൈസ ഒരു ATM മെഷീൻ മാത്രമായിട്ട് മാറിപ്പോവണത് ഇവരറിയണില്ല.
അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ ഇപ്പൊ ഈ സൂചിപ്പിച്ച പോലെ ആ ഒരു ലെവലിലേക്ക് മക്കൾ പോണത്. കാരണം ഇവര് ഉപ്പാന്റെ ആ സമ്പത്തെ ആസ്വദിച്ചിട്ടുള്ളൂ, ഒരു ഉപ്പയെ ആസ്വദിച്ചിട്ടില്ല. കാരണം അവരവരെ പ്രയാസങ്ങൾ പങ്കിടുന്നില്ല. എപ്പോഴുള്ള പ്രവാസിയുടെ ഒരു പ്രയാസം, പ്രയാസം അവരെന്തില്ല മക്കളോട് പങ്കുവെക്കില്ല. ഒരു 10 റുപ്യ അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 20,000 റുപ്യ അയച്ചു കൊടുക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പറയും ഇവിടെ പൈസ ഇല്ല. പൈസ അങ്ങനെ അയച്ചു കൊടുക്കാണ് പണി. അപ്പൊ അതില് ഇപ്പൊ അതുപോലെ അപ്പൊ ഈ ഒരു രക്ഷിതാവ് ശരിക്കും അവിടെ ചാരിറ്റിയിലേക്ക് മക്കൾ ചോദിക്കുകയാണ് ചാരിറ്റി. അവിടെ ശരിക്കും അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോവാണ്. എത്രയോ പാവപ്പെട്ട ആളുകളുണ്ടാവും. അതെ അതെ. ഇവിടെ ശരിക്ക് ഇദ്ദേഹത്തിന് ശരിക്ക് ചികിത്സിക്കാനൊക്കെയുള്ള മക്കൾക്ക് കഴിയും. പക്ഷെ മക്കൾ ഓരോരുത്തരും കൈയൊഴിയാണ്. ഇത് ഞാനല്ല ചെയ്യേണ്ടത്, മറ്റൊരു ചെയ്യട്ടെ. ഈ ചിന്തയുടെ സ്ലാങ് കേട്ടപ്പോഴേ എല്ലാവർക്കും ഒരു പക്ഷെ മനസ്സിലാവണമെന്നില്ല. അത് കണ്ണൂർ കാസർഗോഡ് സ്ലാങ് ആണ്. അപ്പൊ ആ ഒരു സ്ലാങ്ങിലുള്ളത് കൊണ്ട് ക്യാച്ച് ചെയ്തില്ല. പക്ഷെ എന്തായാലും വലിയൊരു ചിന്ത തന്നെയാണത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തെ നോക്കാനുള്ള തത്രപ്പാടിനിടയിൽ നമ്മെ സ്വയം മറന്നു പോകുന്നത് പ്രവാസികൾക്കിടയിൽ വലിയൊരു പ്രശ്നമാണ്. അപ്പൊ സ്വന്തത്തിന് മറന്നിട്ടല്ല, സ്വന്തത്തോട് നീതി പുലർത്തിക്കൊണ്ട് വേണം കുടുംബത്തിന് കൂടി. സ്വന്തം ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്. അത് നമ്മൾ ഊണും ഉറക്കമൊന്നും ഇല്ലാതെ വെറും കുടുംബത്തിന് വേണ്ടി ഉരുകി ഒഴുകുന്ന മെഴുകുതിരി പോലെ ആയി തീരേണ്ടവരല്ല നമ്മൾ. മക്കൾക്ക് വേണം, കുടുംബത്തിന് വേണം, പക്ഷെ അതിനൊക്കെ അതോടൊപ്പം തന്നെ സ്വന്തത്തിനും വേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നത് ഒരു വലിയൊരു മെസ്സേജാണ്. അതുപോലെ ഇപ്പൊ ഈ അവനവൻ ചെയ്യുന്നതിനുള്ള പ്രതിഫലം എന്നുള്ള ഒരു സംഭവം അതിൽ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാല് ചില ആളുകള് വാപ്പ നമുക്ക് ചെയ്തു തന്നിട്ടില്ല, അല്ലെങ്കിൽ ഉമ്മ നമുക്ക് ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ എന്തിനാ പിന്നെ ചെയ്യുന്നത്. പക്ഷെ അവിടൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അവരവരുടെ കഴിവിന്റെ പരമാവധി ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ചെയ്യൽ ബാധ്യതയാണ്. അവരെന്ത് ചെയ്തു എന്നുള്ളത് നമ്മളോട് അല്ല ചോദിക്കൂല, നമ്മളോട് ചോദിക്കുക നമ്മൾ എന്ത് ചെയ്തു. നമ്മൾ തിരിച്ച് എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്ന ആളുകളോടും പരസ്പരം അങ്ങോട്ട് സ്നേഹത്തോട് വർത്തിക്കാനും. നമ്മൾ സ്നേഹത്തോട് അങ്ങോട്ട് വർത്തിച്ചു കഴിഞ്ഞാൽ തിരിച്ചും നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അത് ശരിക്കും നമ്മളെ ഇപ്പൊ നേരത്തെ നമ്മളെ തിരുമൊഴിയിൽ പറഞ്ഞ പോലെ ഇന്ന് റബ്ബിനെ മറന്നാൽ നാളെ റബ്ബ് മറക്കും. അതായത് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ സ്നേഹം ഇങ്ങോട്ട് കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ നമ്മള് ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു പ്ലാനിങ്ങോട് കൂടി പ്രവാസികളോട് എപ്പോഴും പറയാനുള്ളത് അതാണ്. എല്ലാരോടും, അതായത് നമ്മൾ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്നുള്ളതിലപ്പുറം ചില പ്ലാനിങ്ങുകൾ വേണം. ഇന്നതിന് ഇത്ര മാറ്റി വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒരു ഹോസ്പിറ്റൽ ചെലവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പ്ലാനുകളൊക്കെ തെറ്റിപ്പോകും. അപ്പൊ എന്താ വെച്ചാൽ അഡ്വാൻസുകൾ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തലയണ മന്ത്രം, അതില് എല്ലാം കവർ ചെയ്തിക്കണം അവർ. ആ ഒരു വീഡിയോ ആണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തു. അതെ. നാളെ നമുക്കും പ്രായമാവുന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം, പെരുമാറണം, സംസാരിക്കണം. അല്ലെങ്കിൽ പാര വെക്കാൻ നിൽക്കരുത് എന്നുള്ളതിനെ. നാളെ നമുക്ക് വരും, നമ്മൾ പ്രായമാവും. ഇന്ന് നമ്മൾ ശരിക്കും ചോരത്തളപ്പിൽ ഓടി നടക്കുകയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് മാറി നമുക്കും ആ ഒരു ഇത് വരുന്നുള്ളതും. അതുപോലെ പ്രായമായ ഉപ്പമാർക്ക്, ഉമ്മമാർക്ക് അവരുടെ ആ ഒരു വട്ടച്ചെലവിന് നേരത്തെ പറഞ്ഞല്ലോ, പേരക്കുട്ടികൾക്ക് മിഠായി കൊണ്ടുവരാൻ. കാരണം കുട്ടികള് വല്ലിപ്പാൻ അവിടെ കാണുമ്പോഴത്തേനും ഇവിടെ എന്ത് ചെയ്യും, വീട്ടിൽ പുറത്തിറങ്ങി തുടങ്ങും. അപ്പൊ ആ മിഠായി വാങ്ങാനും അങ്ങനത്തെ ഇതിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു പൈസ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം എന്നുള്ളതിന്.